السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃപകടാക്ഷം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവനത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ശുദ്ധ റമദാൻ ശരീഫിന്റെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. റമദാൻ ശരീഫിന്റെ മഹാത്മ്യവും അതിൽ നാം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഏറ്റവും പുണ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളാണ് പരിശുദ്ധ റമദാൻ ശരീഫ് നമുക്ക് സമ്മാനിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ട്. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യം തന്നെയാണ്. നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടവും തന്നെയാണ്. മഗ്രിബും ഇശായും ജമാഅത്തായിട്ട് നിസ്കരിച്ച്, തറാവീഹ് നിസ്കാരം പറ്റുമെങ്കിൽ നിസ്കരിച്ച്, സുബ്ഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ച് ഒരല്പസമയം ഖുർആൻ ശരീഫ് ഓതിയാൽ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ സൗഭാഗ്യം കരസ്ഥമാക്കാൻ കഴിയും. തടസ്സം ഉണ്ടാകാതിരുന്നാൽ മതി. എന്താണ് തടസ്സം? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, വ്യഭിചാരം, മദ്യപാനം, അതുപോലെ തന്നെ മനസ്സിൽ വെറുപ്പ്, ഇതൊക്കെയാണ് തടസ്സങ്ങൾ. തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കിയാൽ മതി, കിട്ടാൻ എളുപ്പമാണ്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, 60, 70, 80 ഉള്ള നമ്മുടെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും ചുരുക്കി 5 ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നു. നീണ്ട 60 വർഷക്കാലം, അല്ലെങ്കിൽ 70, അല്ലെങ്കിൽ 80 ഒക്കെയാണല്ലോ ഏകദേശം നമ്മുടെ ആയുസ്. ഇത്രയും വിശാലമായ ആ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും 4 ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെയും ഇരു കാൽപാദങ്ങളും അനക്കാൻ അല്ലാഹു അനുവദിക്കുന്നതല്ല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായ മറുപടിയും ലഭിക്കാതെ. 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഏതൊക്കെ കാര്യമാണ്? ഒന്ന് ഉംറ, 2 ഇൽമ്, മറ്റൊന്ന് മാല്, മറ്റൊന്ന് ജിസ്മ്. 4 ചോദ്യങ്ങളാണ്. ഇത്രയും വർഷക്കാലത്തെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ. ഒന്നാമത്തത് അൻ ഉംരിഹി, ആയുസ്സിനെ കുറിച്ച്. നിനക്ക് ഞാൻ നൽകിയ ആയുസ്സിനെ എന്തിനാണ് ചിലവഴിച്ചത് എന്ന ചോദ്യം. രണ്ടാമത്തത് ഇൽമിനെ കുറിച്ച്. ഇൽമിനെ കുറിച്ച് നീ എത്രമാത്രം ഇൽമിന് വേണ്ടി സമയം വിനിയോഗിച്ചു എന്നും വിനിയോഗിച്ചതായ സമയം, കിട്ടിയതായ ഇൽമിൽ നിന്റെ അറിവനുസരിച്ച് നീ എന്ത് ചെയ്തു എന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം സമ്പത്തിനെ കുറിച്ച്. എല്ലാത്തിനും ഒരു ചോദ്യമാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 2 ചോദ്യമാണ്. എന്താ 2 ചോദ്യം? എവിടെ സമ്പാദിച്ചു, എവിടെ വിനിയോഗിച്ചു? ഈ 2 ചോദ്യത്തിനും മറുപടി നാം പറയേണ്ടതുണ്ട്. 4ാമത്തെ ചോദ്യം നമ്മുടെ ജിസ്മിനെ കുറിച്ചാണ്, ശരീരത്തെ കുറിച്ചാണ്. ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിനക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്തു, എന്തിലാണ് നീ വിനിയോഗിച്ചത് എന്ന ചോദ്യത്തിനും നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ബഹുമാനികളെ, ഇതില് സമ്പത്തിന്റെ വിഷയം അതിഗൗരവം ഉള്ള കാര്യമാണ്. പലപ്പോഴും അതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നത് ദയനീയമാണ്. സമ്പത്തിന്റെ വിഷയത്തില് ഒരുപാട് നല്ല ആളുകൾ പോലും അവരുടെ ആത്മീയമായ അപജയത്തിന് സമ്പത്ത് കാരണമായിട്ടുണ്ട് എന്നത് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. പലപ്പോഴും നമുക്ക് അല്ലാഹു തആല നൽകിയേക്കുന്ന അനുഗ്രഹമാകുന്ന സമ്പത്തിനെ സംബന്ധിച്ച് ഇതിന്റെ അധ്വാനത്തിൽ നിന്നും ഉണ്ടായതാണല്ലോ എന്ന ചിന്താഗതി ഖാറൂൻ ചിന്തിച്ചതുപോലെ, ഇതൊക്കെ എന്റെ പരിശ്രമത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഖാറൂൻ ചിന്തിച്ചതുപോലെ ആ ഒരു ചിന്താഗതി എങ്ങാനും നമ്മുടെ മനസ്സിൽ വന്നാൽ ഇത് അല്ലാഹു നൽകിയതാണ്. അങ്ങനെയാണല്ലോ, മിമ്മാ റസഖ്നാകും. ഖുർആൻ ശരീഫിന്റെ പ്രയോഗം അങ്ങനെയാണ്, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും എന്നതാണ്. നമുക്ക് അല്ലാഹു നൽകിയേക്കുന്ന സമ്പത്ത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നൽകിയതാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അതിൽ പിശുക്കുണ്ടായി കഴിഞ്ഞാൽ, ലുബ്ധത വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരുമ്പോ അവരുടെ കഴുത്തിൽ ഹാരം അണിയിക്കപ്പെട്ടിട്ടുണ്ടാകും, മാല അണിയിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്ത് മാല? സ്വർണത്തിനാലുള്ള മാലയല്ല, വെള്ളിയാലുള്ള മാലയല്ല. പിന്നെയോ അവരുടെ കഴുത്തിലുള്ളതായ മാല, അതിനൊരു പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ടിട്ടുണ്ട്, ശുജാഅൻ അഖറ. ശുജാഅൻ അഖറ എന്ന് പറയുന്ന ഭീമാകാരമായ സർപ്പം കഴുത്തിൽ മാല അണിയിക്കപ്പെടുന്നതായ നിലയിൽ നാളെ കുറെ ആളുകളെ കാണാൻ കഴിയുമെന്നാണ്. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് മാല, ഹാരാർപ്പണം നൽകപ്പെട്ട നിലയിൽ ചില ആളുകൾ വരുമ്പോ എല്ലാവരും അവരിലേക്ക് നോക്കും എന്നുള്ളതാണ്. ആരാണ് അവരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമഹ. വിശുദ്ധ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറയുന്നു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട, ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് കൊടുത്തേക്കുന്ന സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട, ഹുവ ഖൈറൻ ലഹും, പിശുക്ക് ഞാൻ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യം പിന്നീട് ഉപകരിക്കും, പിന്നീട് നന്മയാകും, എനിക്ക് ഗുണകരമാകും എന്ന് വിചാരിക്കണ്ട. എന്നല്ല അവർക്കത്
ദോഷകരമായി ഭവിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞതാണ്, ഓരോ അല്ലാഹുവിന്റെ ആയത്തുകളെയും നമ്മൾ കേൾക്കേണ്ടത് ഈമാനിക ആവേശത്തോടുകൂടെ മാത്രമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് അടിമയാകുന്ന എന്നോട് ഉടമയാകുന്ന റബ്ബ് സംസാരിക്കുന്നതാണ് എന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിശുക്ക് എന്ന സ്വഭാവം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം നിങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിൽ അവർ പിശുക്ക് കാണിച്ചത് അവർക്ക് ഹാരാർപ്പണം നൽകപ്പെടുന്നതാണ്, മാലയായിട്ട് അണിയിക്കപ്പെടുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടല്ലേ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, മൻ ആതാഹുല്ലാഹു മാല, ഒരു മനുഷ്യനിക്ക് അല്ലാഹു ധനം നൽകി, ഫലം യുഅദ്ദി സകാതഹു, സകാത്തിനെ അവൻ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ മുസ്ലില ലഹു ശുജാഅൻ അഖറ, ശുജാഅൻ അഖറ എന്ന് പറയുന്ന ഭീമാകാരമായ സർപ്പത്തിന്റെ നിലയിലേക്ക് അവന്റെ സമ്പത്തിനെ രൂപമാറ്റം നൽകപ്പെടുന്നതാണ്. ഇവിടെ നിന്ന് ഈ പാമ്പ് വന്നത് ആഖിറത്തിലെ നരകത്തിൽ നിന്ന് വന്ന പാമ്പല്ല, പിന്നെയോ നമ്മൾ ഓരോരുത്തരും ലോക്കറിൽ കയറ്റിവെച്ച സാധുക്കളുടെ അവകാശമാകുന്ന സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു സമ്പത്ത് അതിനെ രൂപമാറ്റം ചെയ്യപ്പെടുകയാണ് ശുജാഅൻ അഖറആയിട്ട്. ഹബീബ് പറയുന്നു, ഓരോ നിമിഷവും ഇവനെ ഇങ്ങനെ പാമ്പ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും, അവന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കൊത്തിക്കൊണ്ടിരിക്കും. ഓരോ കൊത്തു കൊഴിച്ച് ചെയ്യുമ്പോഴും ഈ പാമ്പ് പറയുമെന്നാണ്, അനമാലുക അന കൻസുക, ഞാൻ നിന്റെ സമ്പത്താണടോ, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ കൻസാണ്, നീ ആ സക്കാത്ത് കൊടുക്കാതിരുന്ന നിന്റെ ധനമാണ്, നിന്റെ കൻസാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം നമ്മളോട് ഉണ്ടാകുമെന്ന ചിന്താഗതി നമുക്കുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ആർക്കെല്ലാം നമ്മിൽ നിർബന്ധമായിട്ടുണ്ടോ, പരിശുദ്ധമായ ഈ റമദാൻ ശരീഫിൽ മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും സ്വന്തമായി അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നാളെ ശുജാഅൻ അഖറ എന്ന് പറയുന്നതായ ആ ഒരു സർപ്പത്തിന്റെ ഉപദ്രവം ഏറ്റുകൊണ്ടിരിക്കുമ്പോ മറ്റുള്ളവർ നമ്മളെ കാണും എന്നുള്ളതാണ്. ദുനിയാവിൽ വെച്ച് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നമ്മളെ പരിഹസിക്കുകയും ചെയ്യുമെന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്നും നൽകിയ വിഷയത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് ദോഷകരമാണ്. സയുതവഖൂന മാ ബഖിലു ബിമാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് സർപ്പമായിട്ട് രൂപമാറ്റം നൽകിയിട്ട് ഹാരാർപ്പണം നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ബഹുമാനികളെ, നിസാരമായ കാര്യമല്ല. സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും പിൻപന്തിയിലാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സക്കാത്ത് നമ്മുടെ സമുദായം ഓരോ മഹല്ലും കൃത്യമായ നിലയിൽ നിർവഹിക്കുകയാണ് എങ്കിൽ ഈ സമുദായത്തിൽ സാധുക്കൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സക്കാത്തിന്റെ വിഷയം കൃത്യമായ നിലയിൽ മഹല്ല് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ സക്കാത്തിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ചെയ്യണം എന്നതല്ല. മഹല്ല് നേതൃത്വം എന്തിനാ മഹല്ല് നേതൃത്വം ഉള്ളത്? 5 നേരത്തെ നിസ്കാരത്തിന് കൃത്യമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയാണോ മഹല്ല് നേതൃത്വമുള്ളത്? മഹല്ല് നേതൃത്വമുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെയും കൃത്യമായ നിലയിൽ മഹല്ല് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ മഹല്ല് നേതൃത്വങ്ങളും. ഞാൻ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ്. നോക്കൂ, നമ്മുടെയൊക്കെ പള്ളിയുടെ മുറ്റത്തുണ്ടാവും ഓരോ ചീട്ടും പിടിച്ചുകൊണ്ട് സഹോദരിമാര് ഉണ്ടാകും. അവരെ ഇങ്ങോട്ട് വരാൻ കാരണക്കാരാക്കിയവർ നമ്മൾ ഓരോരുത്തരുമാണ്.
നമ്മൾ അതിൽ നിന്നും കൈ കഴുകി മാറാൻ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല. മഹല്ല് നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താ? ഒരു മഹല്ലിൽ സക്കാത്തിന് അർഹതയുള്ള ആളുകളുടെ പേര് ലിസ്റ്റ് എടുക്കാൻ നമുക്ക് കഴിയില്ലേ? അതിനുവേണ്ടി ഒരാളെ നമുക്ക് ഏർപ്പാടാക്കി കൂടെ? എന്നിട്ട് പറയണം, ദാ നിനക്ക് സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളാണ്, ഇത്രയും ആളുകൾ സക്കാത്ത് വാങ്ങാനും ഉള്ളവരാണ്, നിനക്ക് കഴിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മഹല്ലിന് നേതൃത്വത്തിന് കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ബഹുമാനികളെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാകുന്നതാണ്. ഇപ്പൊ നമ്മളെങ്ങനെ സക്കാത്ത് കൊടുക്കുന്നത്? ഒരു പവൻ നമുക്ക് സ്വർണം സക്കാത്തിന് അർഹതയുണ്ട് എങ്കിൽ നമ്മളത് ഒരു 10-50 പേർക്കായിട്ട് അങ്ങനെ ഓഹരി ചെയ്തായിട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? സമ്പന്നൻ എന്നും സമ്പന്നനും ദരിദ്രൻ എന്നും ദരിദ്രനുമായിട്ട് അവശേഷിക്കും. സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാളുടെ ഒരു വിഷമം ഒരു വർഷം നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ആളുടെ വിഷമത്തെ കുറിച്ച് നമ്മൾ ഒരാൾ നോക്കിയാൽ മതി. 10 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം പറഞ്ഞപ്പോ ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദ് 10 പേരെ കിട്ടാൻ വേണ്ടിയാണ്. ബഹുമാനികളെ, അത് ന്യായമല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ താല്പര്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ്. അത് മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെടുന്ന നിലയിൽ നമ്മൾ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സാധൂകരിക്കപ്പെടുന്ന വസ്തുതയും ആണ്. ഇറങ്ങണം അതിനു വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനികളെ, 10 പേരുടെ ദുആഇനേക്കാളും പവർ ഉണ്ടാകും. ഒരാളുടെ പൂർണ്ണമായ വിഷമം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അയാളിൽ നിന്നുള്ളതായ പ്രാർത്ഥനയ്ക്ക് ആ പവർ ഉണ്ടാകും. അതല്ലേ നമുക്ക് വേണ്ടത്? അല്ലാഹു തആല അതല്ലേ നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നതും. അടുത്തവരുടെ ദുആ കിട്ടട്ടെ. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോ സക്കാത്തിന് നിർബന്ധമായി എത്ര പേരുണ്ടോ ബഹുമാനികളെ, അത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ സക്കാത്തിന്റെ സംവിധാനത്തിൽ നമ്മൾ ഓഹരി ചെയ്ത് ഇന്നും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായിട്ട് തന്നെ അവശേഷിക്കുന്നു. കടമുള്ളവനായിട്ട് തന്നെ അവശേഷിക്കുന്നു. വീടില്ലാത്തവനായിട്ട് തന്നെ അവശേഷിക്കുന്നു. പെൺമക്കളെ കെട്ടിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അങ്ങനെ തന്നെ അവസാനിക്കുന്നു. ബഹുമാനികളെ, അതുണ്ടാകാൻ പാടില്ല. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇത് എന്റെ ഉത്തരവാദിത്ത നിർവഹണം മാത്രമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എന്ത് നീ പറഞ്ഞു എന്ന് എന്നോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് പറയേണ്ടതുണ്ട്. സമ്പത്ത് കൊണ്ട് നല്ല ആളുകൾ പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനി, സമ്പത്ത് കൊണ്ട് നല്ല ആളുകൾ പോലും നശിച്ചു പോയിട്ടുണ്ട്. സഅലബത്ത് ബിൻ ഹാത്തിബ് എന്ന് പറയുന്ന അൻസാരി സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഅലബത്ത് ബിൻ സാബിത്ത് മുലാസിമൻ ലി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ വ നഹാറ. ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇന്നുകൂടി ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. റൂഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിൽ ബഖിൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഈ സഅലബത്തിന്റെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ്. എന്താണ് സഅലബത്ത്? മുലാസിമൻ മസ്ജിദ് റസൂലില്ലാഹ്, മസ്ജിദുൻ നബവിയിൽ രാവും പകലും ഹബീബായ തങ്ങളോടുകൂടെ നടന്ന ആളാണ് സഅലബത്ത് ബിൻ ഹാത്തിബ്. അത്രയും ഇബാദത്ത് അതിൽ പറയുന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ മുട്ടിലുള്ള പാട് പോലെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ സുജൂദിന്റെ പാടുണ്ടായിരുന്നു. അത്രയും ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുബഹി നിസ്കാരം കഴിഞ്ഞ് സഅലബത്ത് നേരത്തെ പോവുക. തങ്ങൾ ചോദിച്ചു, നീ അങ്ങോട്ട് പോകുന്നത്? നീ മുനാഫിഖായോ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? എന്തേ നീ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു എന്ന് ചോദിച്ചു സഅലബത്തിനോട്. ആ സമയത്ത് സഅലബത്ത് പറയുകയാണ്, തങ്ങളെ, ഞങ്ങളുടെ വീട്ടിൽ ഒരു വസ്ത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം എന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ, അവൾക്ക് കൊടുത്തിട്ട് വേണം നിസ്കരിക്കാൻ എന്ന് പറഞ്ഞു. അത്രയും ദരിദ്രനാണ് ഞാൻ. പറഞ്ഞു, തരുന്നതിന് വേണ്ടി അങ്ങ് എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഇപ്പോൾ ഉള്ളത് മതി, ഇപ്പൊ ദാരിദ്ര്യത്തിലല്ലേ, അതെന്നെ മതി എന്ന് പറഞ്ഞു. നിരുത്സാഹപ്പെടുത്തി. വീണ്ടും ആവശ്യപ്പെടുകയാണ് തങ്ങളെ. വല്ലാത്ത പ്രയാസത്തിലാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ദാരിദ്ര്യം എന്നെ പ്രയാസപ്പെടുത്തുമ്പോ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണമെന്ന് പറയുകയാണ് സഅലബത്ത്. പ്രയാസത്തിലുമാണ്, എന്നിട്ടും തങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. വേണ്ട സഅലബത്തെ,
മൂന്നാമത്തെ പ്രാവശ്യം സഅലബത്ത് പറഞ്ഞു, തങ്ങളെ എനിക്ക് സമ്പത്ത് അല്ലാഹു തആല നൽകുകയാണ് എങ്കിൽ അതിന്റെ ഹക്ക് മുഴുവനും കൃത്യമായ നിലയിൽ ഞാൻ വീടിക്കൊള്ളാം. ഇത് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ർസുഖ് ലി സഅലബത മാലാ. 3 പ്രാവശ്യം പറഞ്ഞു, അല്ലാഹുവേ സഅലബത്തിന് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന്. റിസാലത്തിന്റെ നാവ് കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പിന്നീട് സഅലബത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങി. വലിയ സമ്പത്ത്, വലിയ മലഞ്ചെരുവുകളിലെല്ലാം ആട്ടിൻപറ്റങ്ങൾ ആയി. സഅലബത്തിന്റെ ആട്ടിൻപറ്റമായി. എന്താ സംഭവിച്ചത്? കൃത്യമായി പള്ളിയിൽ രാവും പകലും ഉണ്ടായിരുന്ന സഅലബത്ത് ജമാഅത്തിന് മാത്രം വരലായി. പിന്നെയോ ജമാഅത്തും ഒഴിവാക്കി ജുമുഅക്ക് മാത്രം വരലായി. എന്തേ അത്രയും തിരക്ക്? ജുമുഅക്കും പിന്നെ വരാതെയായി. അങ്ങനെയാണ് സക്കാത്തിന്റെ ആയത്തിറങ്ങുന്നത്. സഅലബത്തിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സ്വഹാബത്തിനെ വിട്ടു. സഅലബത്തിന്റെ അടുത്ത് നിന്ന് സക്കാത്തിന്റെ മുതൽ പിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. സഅലബത്ത് പറഞ്ഞു, ഇത് ഉഖ്തുൽ ജിസിയ, ഇത് ഒരു ജിസിയയുടെ സഹോദരിയാണ്, ടാക്സ് ആണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. സക്കാത്തിന് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ആര്? സഅലബത്ത്. മനസ്സിലുണ്ടായ വ്യതിയാനം മാറ്റമാണ് ബഹുമാനികളെ. എനിക്ക് ഉണ്ടായാൽ ഞാൻ ശരിക്കും കൊടുക്കുമെന്ന ചിന്താഗതി എപ്പോഴെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഏറ്റവും ഖൈർ. ആവശ്യങ്ങൾ നിറവേറ്റി പോകലാണ് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സമ്പന്നരെ വിമർശിക്കുന്നതല്ല, സമ്പത്ത് നിഅമത്താണ്. അതിനെ വളർത്തിയെടുക്കണം, അതിനെ ഉപകാരപ്പെടുത്തണം, ഉപയോഗപ്പെടുത്തണം. നാളേക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. ഇത് ഓരോ സമ്പന്നന്റെയും ഉത്തരവാദിത്തമാണ്. സമ്പത്തിനെ നശിപ്പിക്കാൻ പാടില്ല. പിന്നെയോ വളർത്തിയെടുക്കണം, അത് ഉപകാരത്തിൽ വരികയും വേണം. സഅലബത്തിന്റെ വിഷയത്തിൽ എന്താ ഉണ്ടായത്? സക്കാത്തിന് വേണ്ടി ചെന്നപ്പോ കൊടുത്തില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന് അയച്ച ആളുകൾ തിരിച്ചു വന്നു. സക്കാത്ത് തരുന്നില്ല എന്നറിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ ആയത്ത് ഇറക്കുകയാണ്, വമിൻഹും മൻ ആഹദല്ലാഹ. നബിയെ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് കേട്ടോ, അവർ അല്ലാഹുവിനോട് കരാർ ചെയ്യുന്നു. എന്താണ് കരാർ? ലഇൻ ആതാനല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും എനിക്ക് സമ്പത്ത് നൽകി കഴിഞ്ഞാൽ ലനസ്സദ്ദഖന്ന, തീർച്ചയായും ഞങ്ങൾ സദഖ കൊടുത്തുകൊള്ളാം. വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ സജ്ജനങ്ങളിൽ പെട്ടുകൊള്ളാം എന്നവർ പറയുന്ന, അല്ലാഹുവിനോട് കരാർ ചെയ്ത ആളുകളുണ്ട് നബിയെ. അവർക്ക് സമ്പത്ത് കിട്ടി കഴിയുമ്പോൾ അവർ കരാർ ലംഘനം നടത്തും. അതിന്റെ പരിണിതി ഫലം എന്താണെന്നറിയോ? ഫഅഖബഹും നിഫാഖാ, കാപട്യമാണ് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപകടകരമായ കാര്യമാണ്. നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ട് സക്കാത്ത് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ നിഫാഖ് അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരും. കാപട്യം. കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അപകടകരമായ കാര്യമാണ് നിഫാഖ്, കാപട്യം എന്നത്. നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുമെന്ന് സഅലബത്തിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, മദീന പട്ടണത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെയായത് എങ്ങനെയാണ്? ബഹുമാനികളെ, എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നു. എങ്ങനെയാണ്? നമ്മുടെ സക്കാത്തിന്റെ വിഹിതം പലരിലേക്ക് ഓഹരി ചെയ്ത് പോകലല്ല, ഒരാളുടെ പ്രയാസം അവസാനിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഉതകുന്നതാകണം നമ്മുടെ സക്കാത്തിന്റെ രീതി. അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാത്തൊരവസ്ഥയിൽ ആണ് എങ്കിൽ കാപട്യമായിരിക്കും നമ്മുടെ മനസ്സിൽ തരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ബഹുമാനികളെ, മാത്രമല്ല മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വർത്തമാനം എന്താ? മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ഒരല്പ സമയത്തേക്ക് എനിക്ക് നീ സമയം താ. ലഅസ്വദ്ദഖന്ന, തീർച്ചയായും ഞാൻ സദഖ കൊടുത്തുകൊള്ളാം. ലഅകൂനന്ന മിനസ് സ്വാലിഹീൻ, അങ്ങനെ ഞാൻ സജ്ജനങ്ങളിൽ പെട്ടുകൊള്ളാം. സജ്ജനങ്ങളിൽ പെടാൻ, സ്വാലിഹാകാൻ ഏറ്റവും സഹായകമാകുന്ന അമല് സദഖ കൊടുക്കലാണ് എന്ന് നമുക്ക് തിരിച്ചറിവ് വരുന്നത് അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോഴാണ്. പിന്നെ അവസരം ഉണ്ടാവുകയും ഇല്ല. ആ ആയത്തിന്റെ തുടക്കം എന്താ? അല്ലാഹു തആല പറയുന്നത്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്.
നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളൂ. മരണം വരുന്ന സമയത്ത് പിന്നെ അവർ പറയും, അള്ളാഹു ഒരു അല്പസമയം എനിക്ക് വിട്ടേച്ചതാ, എനിക്ക് പലർക്കും കൊടുക്കാനുണ്ട്, പള്ളിക്ക് കൊടുക്കാനുണ്ട്, സ്ഥലം വാങ്ങുന്നുണ്ട്, അവിടെ കൊടുക്കാനുണ്ട്, ഒരല്പസമയം എനിക്ക് താ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു തരില്ല എന്നാണ്. ഇനി ഒരു അവസരം നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല നമ്മെ അവന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ വേണ്ട രീതിയിൽ നാം ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇല്ലെങ്കിലോ മരിക്കുന്ന സമയത്ത് നമ്മൾ വിലപിക്കുമെന്ന് പറഞ്ഞില്ലേ, മരണത്തിന് ശേഷവും വിലപിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയുന്നു. ശ്രദ്ധയോടെ കേട്ടോ, ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. മുസ്തദറക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്, എന്താണെന്നറിയോ, മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ അവരുടെ വീടിന്റെ മുകളിൽ വരും. മരണപ്പെട്ടു പോയതിനു ശേഷം മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ വീടിന്റെ മുകളിൽ വന്നുകൊണ്ട് യുനാദി, അവര് വിളിച്ചു പറയുന്നതാണ് ബിസൗത്തിൻ ഹസീൻ, വളരെയധികം വിഷമത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ വീടിന്റെ മുകളിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാണ്, യാ അഹ്ലി വയാ വലദി, എന്റെ കുടുംബമേ, എന്റെ സന്താനങ്ങളെ, അഅ്തിഫു അലൈനാ ബിദിർഹമിൻ, ഒരു ദിർഹം കൊണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കൂ, ഞങ്ങളുടെ പേരിൽ നിങ്ങളൊന്ന് സദഖ കൊടുക്കൂ. അഅ്തിഫു അലൈനാ, ഞങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കൂ, ബിദിർഹമിൻ ഔ ബികസ്റതി ഖുബ്സിൻ, അല്ലെങ്കിൽ ഒരു കഷണം റൊട്ടി കൊണ്ടെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് അന്നം കൊടുക്ക്. ഭക്ഷണം കൊടുത്തിട്ട് മരണപ്പെട്ടു പോയ എനിക്ക് വേണ്ടി, പിതാവിന് വേണ്ടി, അല്ലെങ്കിൽ ഉമ്മക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, സഹധർമ്മിണിക്ക് വേണ്ടി, സന്താനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യ്, നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കുകയെന്ന് വീടിന്റെ മുകളിൽ വന്നുകൊണ്ട് പിതാക്കന്മാർ വിളിച്ചു പറയുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് പറഞ്ഞിട്ട് തങ്ങൾ കരഞ്ഞു, ബക്കൻ നബിയു, നബി കരഞ്ഞു, വബക്ക മഅഹു സഹാബത്തു, ഇത് പറഞ്ഞിട്ട് സഹാബത്തും കരഞ്ഞു, തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് സഹാബത്തും കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ, അവരെന്നിട്ട് ഒരു വർത്തമാനം പറയും, എന്താണെന്നറിയോ, യാ വൈലനാ, ഞങ്ങൾക്ക് പറ്റിയ നാശമേ, ലൗ അൻഫഖ്നാ മാ കാന ഫീ ഐദീനാ, ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സമ്പത്തിൽ നിന്നും ഞങ്ങൾ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, ഫീ തഅത്തില്ലാ, അല്ലാഹുവിന്റെ തഅത്തിലായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ നഹ്താജു ഇലൈക്കും, നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ കെഞ്ചേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരില്ലായിരുന്നു എന്ന് അർവാഹുകൾ പറയുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതകാലത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടേച്ചു വന്നതാണ്, എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളടുത്ത് വന്ന് കെഞ്ചേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്ന് മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ബഹുമാനികളെ, നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോ, പള്ളിയുടെ സ്ഥലത്തിന് വേണ്ടി പൈസ നമ്മളോട് ചോദിക്കുമ്പോ നമ്മൾ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നു എങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് എങ്കിൽ ഇതെല്ലാം പിന്നീട് നമുക്ക് ദോഷകരമായിട്ടാണ് വരിക, ഒരിക്കലും ഗുണകരമായിട്ട് വരില്ല. സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം. ആവശ്യമുള്ളവർക്ക് ആവശ്യ സമയത്ത് പള്ളിയുടെ പണിയാണെങ്കിലും പള്ളിയുടെ സ്ഥലമാണെങ്കിലും നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് പരമാവധി നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് നിക്ഷേപമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? പള്ളിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയുടെ സ്ഥലം വാങ്ങാൻ കൊടുക്കുന്നത്. ഒരു മെസ്സേജ് പ്രസിഡന്റ് അവർ ഗ്രൂപ്പിലിട്ടു, കുറച്ച് ആളുകൾ മാത്രമാണ് അതിന് അനുകൂലമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് കുറെ ആളുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ തന്നെയാണെങ്കിലും ബഹുമാനികളെ, എല്ലാവരും സഹകരിക്കണം. ആ മെസ്സേജിനോട് എല്ലാവരും റിപ്ലൈ കൊടുക്കണം. നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത്, ഓരോ മാസവും 1000 രൂപയല്ലേ നമ്മളോട് ചോദിക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിയും ബഹുമാനികളെ തരാമെന്ന് ഗ്രൂപ്പിലൂടെ തന്നെ അറിയിച്ചോ. ആ അറിയിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാണ്. അല്ലാഹു
അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മളുടെ നിക്ഷേപമാണത്. നമുക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ മറ്റൊരാളുടെയും കാല് പിടിക്കേണ്ടി വരില്ല. നാം ദുനിയാവിൽ നിക്ഷേപിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ സക്കാത്ത് ഉപകാരപ്പെടുന്നതാണ്, സദഖ ഉപകാരപ്പെടുന്നതാണ്. നാളെ സമ്പത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൽമ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പള്ളി നിർമ്മാണത്തോടൊപ്പം സമീപത്തുള്ള 10 സെന്റ് സ്ഥലം നമ്മുടെ മകളിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്, കമ്മിറ്റിക്കാർക്ക് വേണ്ടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. പള്ളി പണിയുന്നത് നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയാണ്. അതിൽ നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് ഉപകാരമായിട്ട് വരും. എല്ലാ നിലയിലും, ദുനിയാവിലും ആഖിറത്തിലും എത്രയാണോ കഴിയുന്നത് ഈ വിഷയത്തിലേക്കാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം. 2.5 കോടിയോളം ചെലവ് വരുന്ന കാര്യമാണ്. നമ്മളൊന്ന് എല്ലാവരും ഒത്തുനിന്നാൽ വളരെ എളുപ്പമായിട്ട് തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചാളുകളിലേക്ക് മാത്രം നമ്മളെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളെ കൊണ്ട് എല്ലാവരും കൊണ്ട് എന്താണോ കഴിയുന്നത് അതിൽ നമ്മൾ ഭാഗവാക്കാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് തുറയിലും അതുപോലെ തന്നെ റമദാൻ കിറ്റ് ഫണ്ടിലേക്കും സംഭാവന നൽകാനുള്ളവര് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഇതൊക്കെ നമുക്ക് ഉപകാരം കിട്ടുന്ന വലിയ വലിയ സൽക്രമങ്ങളാണ്. കഴിയുന്നവർ അതിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈദുൽ ഫിത്ർ നിസ്കാരം ഇൻഷാ അല്ലാഹ് രാവിലെ 8:30 എന്തിനാ ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പക്ഷേ വരുന്ന വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കാരമായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ 8:30 നിസ്കാരം എന്ന് അറിയിക്കുന്നു. നേരത്തെ തന്നെ എല്ലാവരും എത്തണം. കാരണം വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് ജുമുഅക്കൊക്കെ വരേണ്ടതാണ്. ആരും താമസിക്കരുത്. ഇൻഷാ അല്ലാഹ് 8:30 കൈകെട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളിയിലെ ഇനിയൊരു പിരിവിന്റെ കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മുഅദ്ദിനും മദ്രസ അധ്യാപകരുമായി ജോലി ചെയ്തിരുന്ന ഇബ്രാഹിം ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ പ്രയാസത്തിലാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്. ഒരു അറ്റാക്ക് കഴിഞ്ഞു, മോചനം നേടി, പരിപൂർണമായ വിശ്രമം നടത്തിയിട്ടില്ല എന്നാൽ തന്നെയാണെങ്കിലും നമ്മുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഭാര്യയാണെങ്കിലും ഇപ്പോഴും പരസഹായം ആവശ്യമുള്ള രോഗിയായിട്ട് അവശേഷിക്കുകയാണ്. നമ്മുടെ മഹലിൽ സേവനമനുഷ്ഠിച്ച ഇബ്രാഹിം ഉസ്താദ് ഉണ്ട്. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എല്ലാവരും നല്ല ഒരു സഹായം, എല്ലാവരും നല്ലൊരു സഹായം നൽകണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ സദഖകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മയ്യത്ത് നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അമ്പലപ്പുഴ തൈപ്പറമ്പൽ റസിയ, പുതിയ വീട്ടിൽ മുഹമ്മദ് ഭാര്യ സുഹ്റ, ഒരുമനയൂർ കറുപ്പം വീട്ടിൽ മുഹമ്മദ് അലി ഭാര്യ നബീസ, കല്ലൂർ ഖാദർ, PT ഷാഹു എന്നിവരുടെ മകൻ സാജിദ്, അബ്ദുൽ ഹമീദ് ഹാജി, എരവത്തൂർ റുഖിയ, ഇത്രയും ആളുകൾക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ദുആ ചെയ്യാൻ വസിയത്ത്